ഇവിടെ ഇനി എന്തൊക്കെ ചെക്ക് ചെയ്യുമെന്ന് കണ്ടറിയണം. ഇവിടെ ഫുള്ള് ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ ചെക്ക് പോസ്റ്റിൽ നല്ല ചെക്കിങ് കേട്ടോ. പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫുള്ള് ചെക്ക് ചെയ്യും. കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കളയണം, അല്ലെങ്കിൽ ഫൈൻ വെച്ചിട്ടും. അതുപോലെ തന്നെ എൻ്റെ കയ്യിലൊരു ക്യാമറ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതായത് ഒരു ട്രൈപോഡ്. ആ ട്രൈപോഡ് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതവിടെ മേടിച്ച് വെച്ചു. എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽസ് എഴുതിയിട്ട് ഒരു നമ്പർ തരും. ആ നമ്പർ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ പറഞ്ഞ് എൻട്രി ചെയ്തിട്ടാണ് പോകാൻ. അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റാൻഡ് അവിടെ മേടിച്ച് വെച്ചിട്ട് ആ നമ്പർ തിരിച്ചു വരുമ്പോൾ പറഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാൻഡ് തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ അതവിടെ മേടിച്ച് വെച്ചു. അപ്പോൾ ഇവയൊക്കെ ട്രൈപോഡ് പോലും അകത്തേക്ക് മാറി കയറ്റിയിട്ടില്ല, ഡ്രോൺ കയറ്റിയിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മളൊരു ചെക്ക് പോസ്റ്റിൽ മേടിച്ച് വെക്കും. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുവന്ന സ്റ്റാൻഡൊന്നുമല്ല, എൻ്റെ വണ്ടി കിടന്നേർന്നാണത്. ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്ത സാധനമൊന്നുമല്ല. പക്ഷേ ആ സാധനം അവന്മാരോട് മേടിച്ച് വെച്ചു. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ആയിട്ട് വരാണ്ടിരിക്കുക. പ്ലാസ്റ്റിക് ചെറിയ ബോട്ടിൽ, 1 ലിറ്ററിൻ്റെയൊക്കെ ബോട്ടിൽ കൊണ്ടുവരാണ്ടിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഈസി ആയിട്ട് കടന്നു വരാം. എനിക്കിപ്പോൾ കുറേ ടൈം കൊണ്ട് എടുത്തു. നല്ല സ്ട്രോങ് ചായ കേട്ടോ. ഇവിടുത്തെ തൈല വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയാണെന്നാണ് പറഞ്ഞത്. അവിടെ പാക്കറ്റ് ഇരിക്കണമുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മേടിക്കാമെന്നും പറഞ്ഞു വെച്ചിട്ട്. ഇതിപ്പോൾ റോഡിൽ കൂടെ വരുമ്പോൾ ഇവിടെ ഇതുപോലെ സ്നാക്സ് ചെയ്യാൻ കാണാം. അതിൻ്റെ താഴത്തായിട്ട് ഈ ഒരു ചെറിയ കടയും കാണാം. ചായ അത് നല്ല സ്ട്രോങ് ആണ്. കുടിച്ചു നോക്കിയിട്ട് നല്ലതാണെന്ന് പറയാം. ഈ ചായപ്പൊടിയുടെ കാര്യമുണ്ട് ഞാൻ പറഞ്ഞത്. മേഘമലൈ സിംഗിൾ ഒറിജിനൽ ടീ. ഇതിൽ പ്രൈസ് കിടക്കുന്നത് കിടക്കുന്നത് 205 എത്രയാണെന്ന് ചോദിക്കാം. ഹാഫ് kg 150 1/2 കിലോൻ്റെ ഈ പാക്കറ്റിന് 150 കേട്ടോ. ഇപ്പോൾ നമ്മൾ കുടിച്ച ചായ. ഇത് നാട്ടിൽ കിട്ടാത്ത സാധനമായിട്ടാണോ നീ ഇത് മേടിക്കാൻ വാശി പിടിച്ചത്? ഈ ചോക്കോപ്പയ്യൊക്കെ നാട്ടിൽ കിട്ടൂലേ? നോക്കി അത് മേടിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ആ ചായപ്പൊടി ഇരിക്കുന്നുണ്ട് 150 രൂപ 1/2 കിലോ. അതുപോലെ സ്പ്രൈറ്റ്, ഫാൻറ്റ, ചോക്കോ ബ്രൗണി, അതുപോലെ മാസ ഇരിക്കുന്നുണ്ട്, ചോക്കോപ്പൈ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഒരു ലൈൻ കെട്ടണം സെറ്റപ്പ്. അതുപോലെ ഇവിടെ തൈലത്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടോ, നല്ല കിഡിലനായിട്ട്. മല, അതിൻ്റെ താഴെയായിട്ട് തൈലത്തോട്ടം. തേയില പറിച്ച് കണ്ടോടി, ഉണ്ടാവും. തേയില പറിച്ച് ചാക്കി കെട്ടി തേയില. നെക്സ്റ്റ് ഫുഡ് കഴിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് പേച്ചിയമ്മാൾ ഹോട്ടൽ. ഇവിടെ അത്യാവശ്യം എല്ലാ ഫുഡും ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കയറി നോക്കാം. അത് ഈ ഡാമിൻ്റെ തൊട്ടടുത്തായിട്ട് ആ കാണുന്ന ഡാം നമുക്ക് അവിടെ നടന്നു പോയിട്ട് കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചതാണ്. നമുക്ക് ഈ വഴിക്ക് വരുമ്പോൾ ഫുഡ് കഴിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. ഡാമിൻ്റെ അകത്തേക്ക് കയറുന്ന സ്ഥലം പൂട്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അതുപോലെ വെള്ളം കാര്യങ്ങളൊന്നുമില്ല, തുറന്നു വിട്ടിട്ടൊന്നുമില്ല ഷട്ടർ. ഇടി പൂ പറിച്ചാ 2 പേരുടെ കയ്യിൽ ഒരു 5 പൂവുണ്ടല്ലോ. എന്ത് സാധനം അത്? കള്ളികളെ കേറി പോവാ. ആടാ ഇതാണ് ഈ ഹൈവേസ് ടൗൺ പഞ്ചായത്തിൻ്റെ ഗസ്റ്റ് ഹൗസ്. ഇവിടെയാണ് നമുക്ക് താമസിക്കാനുള്ള ഏക മാർഗം. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാന്നാണ് കേട്ടേക്കണം. ഇതുവരെ വന്ന വഴിക്ക് വേറെ കണ്ടില്ല. താഴേക്ക് ഉണ്ട്, താഴെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ബാക്കോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഉണ്ട് താമസിക്കാൻ. പക്ഷേ ഇവിടെ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഓൾറെഡി റൂം വേറെ എടുത്തേക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ അകത്തേക്ക് കയറി കാണിക്കുന്നില്ല. അവിടെ താമസിക്കുന്ന പിള്ളേരൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. നമുക്ക് സ്റ്റേ അടിക്കാനുള്ള ഒരു ഏക ഓപ്ഷനാണ്. അവിടെ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിൽ
ആ സ്റ്റേയുടെ തൊട്ടിപ്പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ അധികം ഫുഡൊന്നും ഇല്ലാതെ കണ്ടിട്ട് തോന്നുന്നു, പുറമേ കണ്ടിട്ട് ചെറിയൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് മഹാരാജാമേട്ട് വ്യൂ പോയിന്റിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ളത് താഴെ നിന്നുള്ള കാഴ്ചയാണിത്. നമുക്ക് മേളിലേക്ക് കയറാനുണ്ട്. ഇതിൽ ഇവരുടേത് ആ ഒരു താമസിക്കാനുള്ള വീടൊക്കെ സെറ്റ് ചെയ്തേക്കണണ്ട, 3 ലെയറായിട്ട് ലൈൻ കട്ടറായിട്ട്. അതുപോലെ ഇത് ഇവിടെയും ഉണ്ട്. ഇത് തന്നെ നമ്മൾ പല സ്ഥലത്തായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ പറ്റൂട്ടോ, ഇതുപോലെ സെറ്റ് ചെയ്തേക്കുന്നത്. അത് ആ ഒരു വൈറ്റ് നീല കളറൊക്കെ ആയിട്ട് ദൂരെ നിന്ന് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതേ മനോഹരമായ തൈലത്തോട്ടം, അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് നമ്മൾ കയറി പോണേ. അയ്യോ തട്ടി. എന്താടി നമ്മളിതേ ആ കയറ്റമൊക്കെ കയറി വന്ന് കഴിയുമ്പോൾ ഇവിടെ ഇതുപോലൊരു ചെറിയൊരു അമ്പലം പോലെ, അതായത് ഈ മരത്തിൻ്റെ താഴെ ഇത്രയും നേരം പൈസയും ബാഗും കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ഇവിടെ റേഞ്ചുമില്ല, ഒന്നുമില്ല, ഇവിടെ ക്യാഷ് മാത്രമേ സ്വീകരിക്കുള്ളൂ. ആ ടൈമിൽ ബാഗും ഇല്ല, ഒന്നുമില്ല, കാശുമില്ല. പിന്നെ അവിടെ കണ്ട ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ ആ ചേട്ടൻ തന്നു. ഇട്ട് കൊടുക്കാൻ നോക്കിയിട്ട് ഇവിടെ നെറ്റില്ലാത്ത കാരണം GP വർക്ക് ചെയ്യണം. ഇനി ആ പുള്ളിക്ക് ഇട്ട് കൊടുക്കണം. അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തായാലും ബാഗ് എടുക്കണം കേട്ടോ, മറന്നു വരുത്. അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്, ഒരാൾക്ക് 30 രൂപ വെച്ചിട്ട്. ഗൂഗിൾ പേ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ക്യാഷായിട്ട് തന്നെ വന്നു. ക്യാഷായിട്ട് വന്നില്ലെങ്കിൽ നിങ്ങളിത് ഇതിൻ്റെ അടിയിൽ താഴെ വണ്ടിയിട്ടാണ് അവിടെ വരുമ്പോൾ പൈസ എടുത്തിട്ട് വരേണ്ടി വരും. ഞങ്ങൾക്ക് പറ്റണ പോലെ. ആ ചേട്ടനില്ലായിരുന്നെങ്കിൽ നമ്മൾ താഴെ വരെയും പോകേണ്ടി വരും. ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന മഹാരാജാമേട്ട് വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. നോക്കി നടന്നില്ലെങ്കിൽ തല്ല തന്നെയല്ല കേട്ടോ, നോക്കി കയറി. കളിച്ച് കാര്യമാവും കേട്ടോ. മര്യാദക്ക് പോയേ ആ ഉവാടി. അങ്ങനെ നമ്മൾ കയറ്റം ഫുള്ള് കയറിയതേ ടോപ്പിലെത്തിയിട്ട് കേട്ടോ. നൂറ് കൈ പിടിച്ച് നടന്നായിട്ടാ, ഇല്ലെങ്കിലേ താഴേക്ക് പോകുന്നേ. ഇതാണ് കേട്ടോ നമ്മുടെ ഏറ്റവും ടോപ്പിൽ വന്നാലുള്ള വ്യൂ. താഴത്തെ ആ ഒരു ഫുൾ ഏരിയ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും, കൃഷി ചെയ്യുന്നതും എല്ലാം. ഇതുപോലെ അടിപൊളിയായിട്ട് ടെൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് താഴെ അങ്ങതെ ലവ്ഡ് ആയിട്ടൊരു ടൗണും കാര്യങ്ങളുണ്ട്. ഇവിടെ കുറേ കൃഷികളും കാര്യങ്ങളും ഉണ്ട്. സൂപ്പർ സൂപ്പർ ചിക്ക, എന്തു നാടി ഇവിടെ എവിടെ വന്നേക്കണ നീ? ഉക്കാറ നീ ഇവിടെ ഉക്കാറിക്കൊണ്ടിരിക്കണ. അമേദിയാണ് പാപ്പ, അമേദിയാണ് പാപ്പനെ അവർക്ക് അറിയില്ല എൻ്റെ അല്ലേ. ഇത് അമേദിയല്ല, ഇത് ടെററാന്നുള്ളത്. ചേട്ടാ എൻ്റെ ഇങ്ങനെ ഇരിക്കണേ. ഓ ഇത് അമേദിയൊന്നല്ല, ഇത് ടെററാണ്, ടെറർ. അപ്പോൾ അതെ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞ് പോവേണ്ട. മുടിഞ്ഞ വെയിൽ, അഞ്ഞായ വെയിൽ. ഇതുപോലെ ഡിസംബറിലാ ജാനുവരിയിലൊക്കെ വരണം, അല്ലാണ്ട് ഇവിടെ ഈ മാർച്ചിൽ വന്ന ഒരു കാര്യമില്ല. കാണാൻ പറ്റില്ല, തണുപ്പിലുണ്ടാവില്ലേ. ഇത് എന്തൊരു വെയിലാണിത്. ഇല്ല തണുപ്പുണ്ട്, ഭയങ്കര തണുപ്പാണ്. ഈ മുട്ടക്കാറ്റ് വെയിൽ, കാറ്റിന് തണുപ്പുണ്ട്, പക്ഷെ ഭയങ്കര വെയിൽ. ആ വെയിൽ കൊള്ളുമ്പോൾ ചൂടുമുണ്ട്. ഇനി നമുക്ക് നേരെ ഒരു ടീ എസ്റ്റേറ്റ് ഇട്ടോ നോക്കാം, അല്ല ടീ ഫാക്ടറി ഇട്ടോ നോക്കാം. എനിക്ക് ഒരു ഡൗട്ടുണ്ട്, ഈ ഓപ്പണായിട്ട് കിടക്കുന്ന സ്ഥലത്തിൽ എന്തിനാണ് പൈസ മേടിക്കുന്നത്? അവിടെ ഗവൺമെൻറ്റായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല, ഒരു വേലി പോലും കെട്ടിയിട്ടില്ല. പിന്നെ എന്തിനാണ് പൈസ മേടിക്കുന്നത്? വെറുതെ പൈസ മേടിക്കുകയാണ്. ഇതിലൊരു കാര്യമുണ്ടേ, എന്തെങ്കിലും ഒരു ഫെസിലിറ്റി തന്നെ മേലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇതൊരു കാര്യമായിട്ട് ചെയ്തിട്ടില്ല. ഓപ്പണായിട്ട് കിടക്കുന്ന നാച്ചുറലായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ്. ഇത് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അടുത്തൊരു വെള്ളച്ചാട്ടം. കാണാണ്ട് ഒരു സ്പോട്ട്, പക്ഷെ അവിടെ തീരെ വെള്ളമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ വെള്ളമുള്ള ടൈമിൽ അടിപൊളിയായിരിക്കും, കാരണം അതിൽ കൂടെ വണ്ടിയും പോകുന്നുണ്ട്. അപ്പോൾ കിട്ടില്ല വ്യൂ ആയിരിക്കും. നമ്മളിത് ഈ ടീ ഫാക്ടറിയുടെ അകത്ത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് നോക്കിയതാണ് കേട്ടോ. പക്ഷേ ഒരാൾക്ക് 118 രൂപ ടിക്കറ്റ്, അത് ഫോട്ടോയും വീഡിയോ എടുക്കാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് ഇറങ്ങി.
118 ഒരാൾക്ക് കൊടുത്തിട്ട് ഫോട്ടോയും വീഡിയോ എടുക്കാനും പറ്റൂലെങ്കിൽ പിന്നെ നമുക്കതിനകത്ത് കയറിയിട്ട് ഒരു കാര്യമില്ല. ആരണ്ടൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മളിതേ കയറിയത് ഈ ഒരു ടീ ഫാക്ടറിയിലാണ്, വെണ്ണിയാർ ടീ ഫാക്ടറി. നമ്മളിപ്പോൾ കണ്ട ആ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റാണ് കണ്ടത്, ഡയറക്റ്റ് ഔട്ട്ലെറ്റ്. അപ്പോൾ നമുക്ക് റേറ്റ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ മേടിക്കില്ല. ഈ ഒരു പാക്കറ്റാണ് കേട്ടോ, സിംഗിൾ ഒറിജിനൽ ടീ. ഇത് തന്നെയായിരുന്നു അവിടെ. ഓക്കെ, ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് മാത്രമല്ല വിലയും കൂടും. കുരങ്ങൻ ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് മാത്രമല്ല വിലയും കൂടും. ഇവിടെ നമ്മൾ 160 രൂപ. ഞാൻ പറഞ്ഞതൊന്ന് പോയാണെന്ന് കുറച്ച് നേരം ചോദിച്ചു. താഴെ 150 രൂപ ഉള്ളൂ. ഞാൻ ചോദിച്ചിട്ടാന്ന് പറഞ്ഞു. അന്ന് 150 രൂപ തരാം. ഈ ഏലക്ക ഉണ്ടോ, ഏലക്ക 8 നമ്പർ ക്വാളിറ്റി ഏലക്ക ഉണ്ടോ. ഇതിന് 160 രൂപ 100 ഗ്രാം. അതുപോലെ തന്നെ ഈ പാക്ക് ചെയ്ത് വെച്ചേക്കണതിൻ്റെ ലൂസ് ഉണ്ട്. ഇത് 400 ഗ്രാം തേയിലയാണ്. ആ സെയിം തന്നെ, സെയിം ക്വാളിറ്റി എന്നാണ് പറഞ്ഞത്. ഇതിന് 100 രൂപ, അത് 150 രൂപ 1/2 കിലോ. നമ്മൾ അതൊരെണ്ണം മേടിച്ചു, ഇതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതും ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ, പക്ഷേ വെള്ളമില്ല. നമ്മൾ ഈ ഒരു ടൈമിൽ വന്നേക്കുന്നതുകൊണ്ടേ ഒരു സ്ഥലത്ത് വെള്ളച്ചാട്ടത്തിൽ വെള്ളമില്ല കേട്ടോ. അല്ലെങ്കിൽ ഈ വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാനുള്ള അടിപൊളി സ്ഥലങ്ങളായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വന്ന ടൈമിൻ്റെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ. ഇവിടെയൊക്കെ കണ്ടത് ഇതൊക്കെ വെള്ളം കയറി കിടക്കേണ്ട സ്ഥലങ്ങളാണ്, ഒക്കെ വെള്ളം വരേണ്ട സ്ഥലങ്ങളാണ്. പക്ഷെ അതെല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുക. നമ്മൾ അത്യാവശ്യം മഴയൊക്കെ ഉള്ള ഒരു ടൈം, അല്ലെങ്കിൽ പോട്ടെ ഒരു ഡിസംബറൊക്കെയാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല മഞ്ഞും കിട്ടും. ഇതൊക്കെ നല്ല നിറഞ്ഞ് എല്ലാ വാട്ടർഫോളും വെള്ളം ഉള്ള ടൈമായിരിക്കും. പക്ഷെ അതല്ല ഈ മാർച്ചിൽ ഈ നട്ടപ്പുറയിൽ തോന്നുന്ന ഇതൊന്നും കാണാൻ പറ്റില്ല. ഇതാ ഡാമിൻ്റെ താഴെ ആയതുകൊണ്ടാണ് ഇവിടെ വെള്ളമുള്ളത്. ഡാമിൽ തുറന്നു തുറന്ന വെള്ളമായിരിക്കാം. വേറെ ഒരു സ്ഥലത്ത് വാട്ടർഫോൾസ് അടക്കം ഒരു സ്ഥലത്തും വെള്ളമില്ല നിലവിൽ. ഈ ഡാമാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത്. ഇതിൻ്റെ ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈമാണെങ്കിൽ നമുക്കിത് ഇതിൽ കൂടെയൊക്കെ നടക്കാൻ പറ്റുമെന്ന് തോന്നണം, എനിക്കറിയില്ല. ഇവിടെ ഒരു ഹോം സ്റ്റേ അവൈലബിൾ എന്നുള്ള ബോർഡ് കണ്ടിട്ട് അത് ആ താഴത്താണ്. അതായത് ആ താഴത്ത് കാണുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് ഹെയർ പിന്നിൻ്റെ 4ാമത്തെ ഹെയർ പിന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് താഴത്തെ വിൻമില്ല് കാണാം. അതുപോലെ അത് ഗ്രാമങ്ങളും കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ കൃഷിയും കാര്യങ്ങളും താഴെ കിടക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഷ്ടംപോലെ കൃഷിപ്പാടങ്ങൾ, പലതരത്തിലെ കൃഷി. ആ ഓരോ കളർ ചേഞ്ചും കണ്ട, ഓരോ പാടത്തിനും ഓരോ കളറ്. ചിലപ്പോൾ പച്ചക്കറിയൊക്കെ തന്നെ ആയിരിക്കും ഈ കൃഷി ചെയ്യുന്നതൊക്കെ. അതായത് അതികൂടെ റോഡ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അത് വിൻമില്ലുണ്ട് ഇവിടെ, ഇഷ്ടംപോലെ വിൻമിൽസ്. നമ്മൾ ചെക്ക് പോസ്റ്റിലെത്തി. നമ്മുടെ 232 നടന്ന നമ്പർ, ഇവിടുത്തെ നമ്പർ വരും. ആ നമ്പർ തിരിച്ചു വരുമ്പോൾ നമ്മളോട് പറയണം. അപ്പോൾ ആ നമ്പർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ട്രൈപ്പോഡോട് എടുത്ത് വെച്ചായിരുന്നു നമുക്ക് തിരിച്ചു കിട്ടി. ആ നമ്പർ നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. കാരണം ആ നമ്പർ പറഞ്ഞാലേ ഇവിടുന്ന് എക്സിറ്റ് അടിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവർ ഫൈൻ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. കാരണം ആ നമ്പർ മറക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നു വിടുന്നത്. ഞങ്ങളുടെ 2 പുന്നാര സന്തതികളുടെ വാശി കാരണം എന്തേ പുളിമരം കയറി കിടക്കുക. ഞങ്ങൾ ഇവിടുന്ന് പുളി പറിച്ചു കൊടുത്താലേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. കിട്ടി 3 കിട്ടി. ഇനിയും വേണം. ഈ കൊമ്പ് ചായച്ച ഇഷ്ടം പോലെ ഉണ്ട്. ആ കൊമ്പല്ല, ഇപ്പുറത്തെ കൊമ്പ്. പക്ഷെ കൊമ്പിന് ഭയങ്കര ബലം. ഇത്രയും കിട്ടി സൈനു, ഇത്രയും കിട്ടി. കൊറേ ഉണ്ട്. ഇഷ്ടം വാരിക്കൊണ്ടോണ്. ഒറ്റക്കാപ്പുളി ഇഷ്ടംമാതിരി ഉണ്ട്. ഒറ്റക്കാപ്പുളി ഇത് പച്ചേട്ടാ. ഫുഡ് അന്വേഷിച്ച് ഞങ്ങൾക്ക് മടുത്തു. അവസാനം ഒരു കഫേന്ന് പറഞ്ഞ് കണ്ടു. അവിടെ കയറിയപ്പോൾ അവിടെ ലെമൺ റൈസ്, ടൊമാറ്റോ റൈസ്, വെജ് ബിരിയാണി, മഷ്റൂം ബിരിയാണി
ഞങ്ങളൊരു വെജ് ബിരിയാണി പറഞ്ഞിട്ട് ഒറ്റൊരു വെജ് ബിരിയാണി ഇത് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോയിട്ട് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അപ്പോൾ കഴിക്കും. അപ്പോൾ അതെ നമ്മുടെ വെജ് ബിരിയാണി ഒന്നുണ്ട്, വെജ് ബിരിയാണി അവിടെ നിന്ന് കഴിച്ചേ. ബിരിയാണി നല്ലതാണെന്ന് അറിയാമുള്ളത് ഞങ്ങൾ ആകെ ഒരെണ്ണം മേടിച്ചോളൂ. അത് നല്ല കാര്യമെന്നുള്ളൂ, കാരണം അത് വലിയ സെറ്റപ്പൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോണ വഴിക്ക് ഈ പമ്പിൻ്റെ അടുത്ത് ഇവിടെ ഒരു ജ്യൂസും ഷേക്കൊക്കെ കിട്ടുന്ന ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രൂട്ട്സ് വിൽക്കുന്ന സ്ഥലമാണ്. അവിടെ തന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് അത്യാവശ്യം സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. സാൻഡ്വിച്ചും ഫലൂഡയും ഷേക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ്. മിൽക്ക് ഷേക്ക്, ഫ്രഷ് ജ്യൂസ്, ഫലൂഡ, സാൻഡ്വിച്ച് ഉണ്ട്, മോക്ടെയിൽസ് ഉണ്ട്, ഫ്രഷ് ഫ്രൂട്ട് മിൽക്ക് ഷേക്സ് ഉണ്ട്, കോൾഡ് ബീവറേജസ് ഉണ്ട്, പിന്നെ ഇത് ഐസ്ക്രീം മിൽക്ക് ഷേക്സ് ഉണ്ട്, ഈ ബട്ടർ സ്കോച്ച്, അതുപോലെ ആപ്പിൾ. കുടിച്ചു നോക്കാനാ നല്ല ലേഡി സെറ്റപ്പാണോ? പോവാം 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 പോവാം. അയ്യോ വനല്ലേ, വാടാ വാടാ. ആരാത് 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 ആരാത്? ഡാ 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 ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട്.